ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നൊരു കാര്യം, നിങ്ങളേതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ എന്നാണ്. അന്ന് കാലത്ത് ഈശോയുടെ സമയത്ത് ഈ പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ അവർ ഒരിടത്തും സ്ഥിരമായി താമസിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഒരിടത്ത് പ്രസംഗിച്ച് അടുത്ത സ്ഥലത്തേക്ക് കാറ്റ് പോലെ ഇങ്ങനെ പറന്നു നടന്ന ആളുകളാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വ്യത്യസ്തമായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ആ വീട്ടിലെ സാഹചര്യം എന്ത് തന്നെയായാലും അവിടെ തന്നെ വസിക്കുക, വേറെ സ്ഥലം തേടി പോകരുത്. അത് ഈശോ പറയുന്നത് ആ വീട്ടിലായിരുന്നു കൊണ്ട് ആ വീട്ടിലെ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രസംഗിക്കപ്പെടേണ്ടുന്നതാണ് സുവിശേഷം എന്നുള്ളതാണ്. ഈ ബന്ധങ്ങളിലാണ് സുവിശേഷം ഏറ്റവും മനോഹരമായി പ്രസംഗിക്കപ്പെടുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈശോ പങ്കുവയ്ക്കുന്നത്. ഒരു പക്ഷേ നമുക്കിന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആൽഫ കിഡ്സാണ്, ആൽഫ ജനറേഷൻ, അതുപോലെ ജെൻസി, അവരുടെയൊക്കെ പേരൻസിൻ്റെ മില്ലേനിയൽസ് അല്ലെങ്കിൽ ജനറേഷൻ എക്സ്, വൈ എന്നൊക്കെ പറയുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ പുതിയ തലമുറയിൽ ഈ നമുക്ക് നൽകപ്പെടുന്ന ഇടത്തിൽ തന്നെ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതെ അവിടെ തന്നെ വസിക്കുക എന്നുള്ളത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സന്ദേശമല്ല. നമുക്കറിയാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ റീൽസും ഷോർട്സും എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പിൽ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ അത് സ്കിപ്പ് ചെയ്ത് അല്ലേ, നമ്മൾ ഒരു റീല് കാണുമ്പോൾ അത് നമുക്ക് ആദ്യത്തെ 10 സെക്കൻഡിൽ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത റീലിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കാണുന്ന റീല് അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല, നമ്മളത് കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല, നമ്മൾ അടുത്ത റീലിലേക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന രീതിയാണ്. ഈ കുരങ്ങന്മാരെ പോലെയാണ്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി, അവിടെ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടി, ഒരു സ്ഥലത്ത് സ്ഥിരതയോടുകൂടി സ്റ്റെബിലിറ്റിയോടുകൂടി നിൽക്കാനായിട്ട് സാധിക്കാത്ത ആളുകളാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നമ്മുടെ ഈ ശീലം ഒതുങ്ങി നിൽക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ മനോഭാവം കടന്നു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുടുംബങ്ങളെടുക്കുക, വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ അവരൊരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കൊച്ചു പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കൊച്ചു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലും പലപ്പോഴും പറയുന്നത് എന്താണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് പറയും, അമ്മ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരികയാണ്. പല അമ്മമാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും മകളോട് മറുപടി പറയുന്നതും. നമുക്ക് കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആയിരിക്കുന്നിടത്ത് നിലകൊള്ളാനായി, സ്ഥിരതയോടെ സ്റ്റെബിലിറ്റിയോടുകൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചാടി ഓടിപ്പോവുക എന്നുള്ളതാണ്. ജോലിയുടെ ഇടങ്ങൾ നമ്മൾ എടുക്കുക, എന്തെങ്കിലും കൊച്ചു പ്രശ്നങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്നിടത്തുണ്ടായാൽ നമ്മൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളുകൾ, ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ വേറൊരു സ്കൂളിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു മനോഭാവം ഇന്നത്തെ കാലഘട്ടത്തിൽ. കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ, അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു മനോഭാവമാണ് പൊതുവെ കാണുന്നത്. നമ്മൾ ഓർക്കണം, അങ്ങനെ ഓടാൻ തുടങ്ങുന്നവർക്ക് ഓടാനേ സമയം കാണൂ എന്നുള്ള കാര്യം. അവരെന്നും
ഓടിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ആയിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് ഈ പൂമ്പാറ്റകളൊക്കെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പാറി നടക്കുന്നവയാണ്. വണ്ടങ്ങനെയല്ല. ആ പൂവിൻ്റെ തേൻ അത് അവിടെ തന്നെ ആയിരുന്നുകൊണ്ട് അത് നുകരാനായിട്ട് ശ്രമിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ഈ പൂമ്പാറ്റകളെ പോലെ അല്ലെങ്കിൽ കുരങ്ങന്മാരെ പോലെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി ചാടി പറന്ന് നടക്കുന്ന മനുഷ്യരാണ്. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളായിരിക്കുന്നിടത്ത് തന്നെ റൂട്ടഡായാൽ മാത്രമാണ്. അവിടെയുള്ള ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചാലാണ്. കുറവുകളുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ എന്തേ കുറവുകളില്ലേ? നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കുറവുകളുണ്ടാവും. എല്ലാ ഇടങ്ങളിലും ഇടവകയിൽ കുറവുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും. ഓടാനായിട്ടല്ല ഈശോ ആവശ്യപ്പെടുന്നത്, അവിടെ തന്നെ ആയിരിക്കാനായിട്ട്, ബന്ധങ്ങളിൽ ഉൾച്ചേരാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അവിടെ തന്നെ തുടരാൻ സാധിക്കുമ്പോഴാണ് ആ ആയിരിക്കുന്നിടത്ത് ഉള്ള എല്ലാ കുറവുകളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കാനും അതിനെ തിരുത്താനുമുള്ള ആധികാരികത, ആ ആയിരിക്കുന്നിടത്ത് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുള്ളപ്പോഴാണ്. ആ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കുറവുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് ആ കുറവുകളെ, വേദനകളെ മാറ്റിയെടുക്കാനായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ആധികാരികത നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഓടി നടക്കുന്നവർക്ക്, ഒരിടത്ത് നിന്ന് പറന്ന് നടക്കുന്നവർക്ക്, അവർക്കൊരിക്കലും ആ ഇടങ്ങളിൽ ഉള്ള കുറവുകളെ നികത്താനായിട്ട്, അതിനെ മാറ്റാനായിട്ടുള്ള ആധികാരികത, ജീവിതത്തിൻ്റെ ആധികാരികത ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് കാറ്റഗിസം ക്ലാസ്സുകൾ തുടങ്ങിയ ദിവസമാണ്. ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ ഇന്ന് പോയപ്പോൾ 4ാം ക്ലാസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ ക്ലാസ്. 4 അല്ലെങ്കിൽ 5 പുതിയ പിള്ളേർ, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, 4 അല്ലെങ്കിൽ 5. ആ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൽ ഒരുത്തൻ പറയുകയാണ്, അവൻ്റെ അനിയൻ, അവർ സ്കൂളിൽ പഠിക്കുന്നത് ഒരു സ്കൂളിൽ തന്നെയാണ് അനിയനും ചേട്ടനും പഠിക്കുന്നത്. അവനനിയനുണ്ട്. അനിയനെ ഇവൻ്റെ ക്ലാസ്സിൽ ഏതോ കുട്ടി ചെറുതായിട്ടെന്തോ പറയുകയോ ചെറുതായിട്ടെന്തോ ഉപദ്രവിക്കുകയോ ചെയ്തു. എന്നിട്ട് ഇവൻ വളരെ അഭിമാനത്തോടെ പറയുകയാണ്, ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ആ ദ്രോഹിച്ചവനെ സ്കൂളിൽ നിന്ന് പറത്തി എന്ന്. സ്കൂള് വിട്ടുപോയി മറ്റേ പയ്യൻ. വലിയ അഭിമാനത്തോടെയാണ് പറയുന്നത്. 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. എനിക്കറിയാൻ പാടില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ അതൊക്കെ വെറുതെ പറയണയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമോ എനിക്കറിയാൻ പാടില്ല. അവനെ ഉപദ്രവിച്ച, ആ അനിയനെ വേദനിപ്പിച്ച പയ്യനെ, അവൻ്റെ ക്ലാസ്സിലുള്ളവനെ അവരെ സ്കൂളിൽ നിന്ന് പോകാൻ പാകത്തിലുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തു എന്ന് വലിയ അഭിമാനത്തോടെ പറയുകയാണ്. അപ്പം ഞാനൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ആ ക്ലാസ്സിൽ 5-8 കുട്ടികളുണ്ട്. ഞാൻ അവരോട് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാവുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് കരുതുക, എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഈ ക്ലാസ്സിൽ 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഭൂരിഭാഗം പേരും പറഞ്ഞത്, എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചു തല്ലും, എന്നെ തല്ലിയാൽ തിരിച്ചു തല്ലും. അതാണ് അവർ ഭൂരിഭാഗം പേരും പറഞ്ഞു. 2-3 പേര്, 1-2 പേര് പറഞ്ഞു, ഞങ്ങൾ ടീച്ചറിനോട് പറയും. അപ്പോൾ ടീച്ചറിനോട് പറയും എന്ന് പറയുമ്പോൾ ഈ മറ്റേ പയ്യൻ പറയുന്നുണ്ട്, ഞങ്ങളിത് ടീച്ചറിനോടൊക്കെ പറഞ്ഞതാണ്, ടീച്ചർ തീരുമാനമാക്കാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അവിടെ നിന്ന് ഓടിച്ചത്. ആകെ ഒരു കുട്ടിയാണ് പറഞ്ഞത്. ഒരു കുട്ടി പറഞ്ഞു, ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ അവനെ നന്നാക്കാനായിട്ട് ശ്രമിക്കും, അവനെ നന്നാക്കാനായിട്ട് ശ്രമിക്കും. ഏത്? ഈ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന എൻ്റെ ക്ലാസ്സിലെ ആ കുട്ടിയെ നന്നാക്കാനായിട്ട് ശ്രമിക്കും. 4-5 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ റെസ്പോൺസാണ് ഞാൻ ഇന്ന് കേട്ട റെസ്പോൺസാണ്. നമ്മൾ ഓർക്കണം, ഈ ആദ്യം പറഞ്ഞ കുട്ടികളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കുട്ടി ആ ക്ലാസ്സിലുള്ളപ്പോൾ എങ്ങനെയെങ്കിലും അവനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, അവനൊന്നെങ്കിൽ ഓടിക്കുക അല്ലെങ്കിൽ അവനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് മനോഭാവം. നേരെ മറിച്ച് ഒരു കുട്ടി മാത്രമാണ് പറയുന്നത്, അവനെ നന്നാക്കാനായിട്ട് ശ്രമിക്കും. നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓടിപ്പോയി കഴിഞ്ഞാൽ നന്നാക്കാനായിട്ട് പറ്റില്ല, ഓടിച്ചാലും നന്നാക്കാനായിട്ട് പറ്റില്ല. ആ പയ്യനോടൊപ്പം, അവൻ ദ്രോഹിക്കുമ്പോഴും അവനോടൊപ്പമായിരിക്കാൻ, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ട് തന്നെ ആ പയ്യനോടൊപ്പമായിരിക്കാൻ, അവനുമായിട്ട് ഇടപഴകാൻ സാധിക്കുമ്പോഴാണ് അവന് നന്നാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അത് നമ്മളീ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ഒരു മനോഭാവമാണ്. അവനോടൊപ്പം ആയിരിക്കുക. നമുക്ക് സുഖകരമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, നമുക്ക് സഹനമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, ആ സമയങ്ങളിലും നമുക്ക് അതിൽ നിലനിന്നുകൊണ്ട് തന്നെ ആ പയ്യനോടൊപ്പം ആയിരിക്കാൻ സാധിക്കുമ്പോഴാണ് അവനെ മാറ്റാനായിട്ടുള്ള, അവനെ തിരുത്താനായിട്ടുള്ള, അവനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആധികാരികതയും സാധ്യതയും തെളിയുക എന്നുള്ളതാണ് ഇന്ന് സുവിശേഷം നമ്മളോട്, ഈശോ ഈ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓടിപ്പോകാനായിട്ടുള്ള ത്വര, പ്രലോഭനം, താല്പര്യം ഇതെപ്പോഴുമുള്ള മനുഷ്യരാണ് നമ്മൾ. നമുക്ക് സുഖകരമല്ലാത്ത, നമുക്ക് സഹനങ്ങൾ നൽകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഇടവകയിലോ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടിപ്പോകാം, അതിനെ കൺഫ്രണ്ട് ചെയ്യേണ്ട എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സാഹചര്യത്തെ ഈശോ പറയുന്നതാണ്, നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക. നമുക്ക് നൽകപ്പെടുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നൽകപ്പെടുന്നതാണ്, കുറവുകളില്ലാത്തതാണോ? കുറവുകളൊക്കെ ഉണ്ടാവും. ആ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആളുടെ നല്ല കാര്യങ്ങളെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല, അത് സ്നേഹമല്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കുറവുകളെ കൂടി സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോഴാണ് സ്നേഹം എന്ന് നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് നൽകപ്പെടുന്ന ഇടങ്ങൾ, അത് എൻ്റെ ജീവിത പങ്കാളിയാകാം, എൻ്റെ മക്കളാവാം. ചിലപ്പോൾ മക്കൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും വളർന്നു വരില്ല. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം. വലിയ രോഗത്തിൻ്റെ കിടപ്പ് രോഗികളായിട്ട് മാറുന്ന മാതാപിതാക്കളുണ്ടാകും. അതൊക്കെ നമുക്ക് നൽകപ്പെടുന്ന സാഹചര്യങ്ങളാണ്. അതിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല വേണ്ടത്. എനിക്ക് എൻ്റെ അപ്പനെ അമ്മേനെ നോക്കാനായിട്ട് പറ്റില്ല, എനിക്ക് 100 കൂട്ടം ജോലി തിരക്കുകളുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്, എൻ്റെ മക്കളെ നോക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ പറയുന്ന നീ അവിടെ തന്നെ താമസിക്കുക എന്നുള്ള ആ സുവിശേഷ സന്ദേശം മറക്കുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ്. അങ്ങനെ ഓടിപ്പോകാനായിട്ടുള്ളവരല്ല, അവിടെ തന്നെ ആയിരിക്കുക. എൻ്റെ പ്രായമായ കിടപ്പ് രോഗികളായിട്ടുള്ള മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുക, അതാണ് അവിടെ തന്നെ താമസിക്കുക എന്ന് ഈശോ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അങ്ങനെ നമുക്ക് നൽകപ്പെടുന്ന ഇടങ്ങൾ, ആ ഇടങ്ങൾ, അവിടുത്തെ കുറവുകൾ, ആ കുറവുകൾ കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല, അവിടെ തന്നെ ആയിരുന്നതുകൊണ്ട് ആ കുറവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ആധികാരികത കൊണ്ട് ആ കുറവുകളെ തിരുത്താനായിട്ട് സാധിക്കുന്ന, അതാണ് സുവിശേഷ പ്രഘോഷണം. ആ ബന്ധങ്ങളിലൂടെ ആ കുറവുകളെ നികത്താനായിട്ട് പരിശ്രമിക്കുന്ന യഥാർത്ഥ സുവിശേഷകരായി ഈശോ വിഭാവനം ചെയ്യുന്ന, ഈശോ അയച്ച ആ ശിഷ്യന്മാരുടെ ഈശോ ആവശ്യപ്പെട്ട ആ സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മനോഭാവത്തോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എളുപ്പമല്ല. കാരണം ഓടി നടക്കുന്നതിൻ്റെ, പറന്ന് നടക്കുന്നതിൻ്റെ, മരങ്ങൾ ചാടിപ്പോകുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സുവിശേഷം എന്നേക്കുമുള്ളതാണ്. ആ സുവിശേഷത്തിൻ്റെ അന്തസത്ത, ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നൽകപ്പെടുന്ന ഇടത്ത് താമസിച്ചുകൊണ്ട്, അവിടെ താമസിക്കുന്നത് വഴിയായി നമുക്ക് ലഭിക്കുന്ന ആധികാരികത വഴിയായി അവിടുത്തെ കുറവുകളെ നികത്തുന്ന സുവിശേഷം പ്രസംഗിക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ.